ഹലോ ഗൈസ്, ഇന്ന് എൻ്റെ മൂത്ത മോൻ്റെ ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ കണ്ടാലോ. ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഏകദേശം 2 മാസം കഴിഞ്ഞു. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ ആ കാര്യം മറന്നു. 2 ദിവസം മുമ്പ് അവൻ്റെ കൂട്ടുകാരൻ്റെ ബർത്ത്ഡേയുടെ സ്റ്റാറ്റസ് കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത്, അയ്യോ അവൻ്റെ ബർത്ത്ഡേയുടെ ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തില്ല എന്നുള്ളത് ഞാൻ അപ്പോഴാണ് ആലോചിച്ചത്. പിന്നെ ഞങ്ങൾ മദ്രസയിൽ എല്ലാ കുട്ടികൾക്കും ഐസ്ക്രീം കൊടുത്തിട്ട് അവൻ എന്നോട് ബർത്ത്ഡേ മന്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതലേ പറയുന്നതാണ്, ഉമ്മി എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കണം കേട്ടോ, കേക്ക് മേടിക്കണം, എല്ലാവരെയും വിളിക്കണം, മദ്രസയിലേക്ക് മിഠായി സംഭവങ്ങളൊക്കെ കൊടുക്കണം എന്നൊക്കെ അവൻ ആദ്യമേ പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങളങ്ങനെ മൈൻഡ് ആക്കിയിരുന്നില്ല. കാരണം 2 പേരുടെയും ബർത്ത്ഡേ ഞങ്ങൾ ആഘോഷിക്കുക എന്നുള്ളൊരു പ്ലാനിങ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരാളുടെ ബർത്ത്ഡേ മാർച്ചിലും ഇവൻ്റെ ബർത്ത്ഡേ ഏപ്രിലുമാണ്. അപ്പോൾ 2 പേരുടെയും ആഘോഷിക്കേണ്ട, കാരണം ഈ സടത്ത് നമ്മൾ ആഘോഷിച്ചില്ല. അപ്പോൾ പിന്നെ ഇവൻ്റെയും ആഘോഷിക്കേണ്ടെന്നായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഓരോ വീഡിയോസൊക്കെ കണ്ടിട്ട് അവരുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ടോ, മീ എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുക, ഇന്ന സാധനങ്ങളൊക്കെ മേടിക്കുക, സ്റ്റിക്കർ മേടിക്കുക, ബലൂൺ മേടിക്കുക, റൂമൊക്കെ അലങ്കരിക്കുക, എനിക്ക് സർപ്രൈസ് ഗിഫ്റ്റൊക്കെ തരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു വെറുതെ പറയുന്നതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ അവനത് സീരിയസ് ആയിട്ട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ മദ്രസയിൽ നിന്ന് വന്നതിന് ശേഷം പിന്നെ ഞാൻ കുക്കിംഗ് പരിപാടിയിലോട്ട് കടന്നു. ഞങ്ങൾ ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. ചിക്കൻ ബിരിയാണിയും ബീഫ് ബീഫ് ഫ്രൈയും ആണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇത് അനിയൻ്റെ മോളാണ്. അപ്പോൾ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അവളോടും മദ്രസയിൽ നിന്ന് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മദ്രസ വിട്ട് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വരണം, എൻ്റെ ബർത്ത്ഡേ ആണെന്ന് ഇപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അവൾ വരികയും ചെയ്തു. അവൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു. ഞാൻ പിന്നെ പാത്രം കഴുകാൻ പോയി. ആ ഒരു ഗ്യാപ്പിൽ ഇവർ മുറ്റത്തേക്കൊക്കെ ഇറങ്ങി സൈക്കിളോട്ടിലൊക്കെ ആയിരുന്നു, കളിയും ഇതൊക്കെ ആയിരുന്നു. എന്നോട് പറഞ്ഞു, ഉമ്മി ഞാൻ കുറച്ച് നേരം സൈക്കിൾ ഓട്ടട്ടെ, കളിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ആ റോട്ടിലോട്ടൊന്നും പോകരുത്, ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് കളിക്കാനായിട്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ റോട്ടിലോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ തൊട്ട് ഇതിൽ കാണുന്നത് റോഡാണ്, പക്ഷെ ടാർ ഇട്ടിട്ടില്ല, അത് റോഡാണ്. അപ്പോൾ ആ റോട്ടിൽ തന്നെയാണ് അവരിങ്ങനെ കളിച്ചുകൊണ്ടിരുന്നിരുന്നത്. പിന്നെ സൈക്കിളോട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ വണ്ടിയിലൊക്കെ കയറി സ്റ്റാറ്റു കളിയൊക്കെ ആയിരുന്നു. പിന്നെ അവർ കുറേ നേരത്തേക്ക് കളിയുടെ ഇടയിലും അവൻ ചോദിക്കുന്നുണ്ട്, കേക്കൊക്കെ മേടിക്കൂലേ, എല്ലാവരും വരൂലേ എന്നൊക്കെ. നമ്മളങ്ങനെ ആൾക്കാരൊന്നും നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉമ്മച്ചിനെയും അനിയത്തിനെയും മാത്രം നമ്മൾ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അവർ കളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അവർക്ക് വിശക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലത്തെ നൂലപ്പവും പാലും പഞ്ചസാരയും അത് കൊടുത്തു. അത് അമ്മയുടെ കൂട്ടുകാരനാണ് കേട്ടോ, അവനും ഉണ്ടായിരുന്നു. പിന്നെ ചായ കുടിക്കാനായിട്ട്. പിന്നെ ചായയോടെയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ കേക്ക് നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ കേക്ക് കട്ടിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞങ്ങളോട് കേക്ക് ഓർഡർ ചെയ്തപ്പോൾ തന്നെ നമ്മളോട് ചോദിച്ചു, എന്തെങ്കിലും തീം വേണോ, പേര് എഴുതണോ, അങ്ങനെയൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വേണ്ട, നമുക്ക് സിമ്പിളായിട്ടൊരു കേക്ക് മതി. കാരണം നമ്മൾ മുൻകൂട്ടി പ്ലാനിങ്ങും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരാളുടെ ഇഷ്ടം മാത്രം നോക്കാൻ പറ്റില്ലല്ലോ, 2 പേരുടെയും കൂടി നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് കട്ട് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ 2 പേരോടും ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് തീമായിരിക്കും പറയുക. അപ്പോൾ 2 കേക്ക് മേടിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ വലിയ ഇതായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പേരും എഴുതണ്ട, തീമും വേണ്ട എന്ന് പറഞ്ഞു കേട്ട് നമ്മളൊരു സിമ്പിളായിട്ടൊരു റെഡ് വെൽവെറ്റ് കേക്കാണ് നമ്മൾ മേടിച്ചത്. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു. പടക്കം പൊട്ടിക്കാൻ കാരണം വിഷു ആയിരുന്നു, ഏപ്രിലാണ് ബർത്ത്ഡേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിഷു ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പടക്കമൊക്കെ മേടിച്ചു. അതും അവനക്കൊരു ഹാപ്പിനെസ് ആയിരുന്നു കേട്ടോ. എല്ലാ പിള്ളേരും കൂടെയും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പടക്കമൊക്കെ പൊട്ടിച്ചു, കേക്കൊക്കെ മുറിച്ചു, ആഘോഷിച്ചു. അവനും ഹാപ്പി, ഞങ്ങളും ഹാപ്പി. അവൻ ആഗ്രഹിച്ച പോലെ വലിയ സംഭവമായിട്ടൊന്നും നമുക്ക് നടത്താൻ പറ്റിയില്ലെങ്കിലും ചെറിയ രീതിയിൽ അവനക്കൊരു ഹാപ്പിനെസ് കിട്ടുന്ന രീതിയിൽ നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവനക്ക് സർപ്രൈസ് ഗിഫ്റ്റൊക്കെ അവൻ ചോദിച്ചായിരുന്നു, പക്ഷെ നമുക്കതിന് പറ്റിയില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത ബർത്ത്ഡേക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്.